പക്ഷേ what an actor. പെണ്ണുങ്ങളിൽ ഞാൻ ദേഷ്യപ്പെട്ടൊന്ന് കണ്ട നമ്മുടെ ഹിന്ദി നടി പൂജാഭദ്ര എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്. പൂജ ചന്ദ്രലേഖയിലോ ഞങ്ങൾ ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞൊരു ഇതിൽ അഭിനയിച്ചു. അതിനകത്ത് വന്നിട്ട് അത് ചോദിക്കുന്നുണ്ട്, എന്നെ പറ്റി അച്ഛാ എന്ന് വേണം ചോദിക്കാം. രാജൻ പിദേവ കേട്ടോ, ഞാൻ അമ്മയാ. അപ്പൊ പറയുന്നത്, അപ്പൊ വന്ന് ചോദിക്കുന്നുണ്ട്, എന്നെ പറ്റി അച്ഛാ. അപ്പൊ രാജൻ പിദേവ അവസാനം എല്ലാം കഴിഞ്ഞ് അവർ ഹിന്ദി കേൾക്കാറില്ല. അവരിങ്ങനെ മാറി സമയത്ത് പറയാം, അവിടെ നിപ്പും ഭാവവും കണ്ട അവൾ എന്നെ പട്ടിന്ന് വിളിച്ചിട്ട് അവൾ നിൽക്കുന്ന നിപ്പ് കണ്ടെന്നിട്ട് എന്താ പറയുക, അവൾക്ക് വല്ല ബോധം ഉണ്ടായിട്ടാണ് അവൾ വിളിച്ചിട്ട് നിൽക്കുന്നത് നിപ്പാണ്. എല്ലാവരുടെ സമയത്ത് ചിരിച്ചു എന്ന് പറഞ്ഞ പോലെ ഞാൻ അന്നേരം അവര് വേറെ അതിനല്ല ഒരു കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ അവരോട് ഭയങ്കര ഷൗട്ട് കേട്ടു. ഞാൻ ആലോചിച്ചു അന്യഭാഷ നടികളൊക്കെ എന്തോ ഷൗട്ടാക്കി. പക്ഷെ അവരെ നമ്മൾ സഹിച്ചു. ആ പടത്തിന് അവർ ആവശ്യമായതുകൊണ്ട് സഹിച്ചു. ഞാൻ അങ്ങനെ അവരെ കണ്ടിട്ടുണ്ട്, ദേഷ്യപ്പെട്ടു. ഓക്കെ, കഴിഞ്ഞു. വെരി ഗുഡ്, നന്നായി ചെയ്തു. ഇനി അത് 2 പ്രൈസ് എനിക്ക് തരാൻ മടിയുണ്ട്, പക്ഷെ നമുക്ക് നോക്കാം. ഓക്കെ, റെഡിയാണോ ലക്ഷ്മി? സന്തോഷ് പണ്ഡിറ്റ് ലക്ഷ്മി പ്രിയക്ക് ഒരു റോൾ ഓഫർ ചെയ്തു. സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയിലേക്കാണോ? ഞാൻ എന്റെ പൊന്നു കേട്ടാ ഇല്ലാന്ന് പറഞ്ഞു. ഞാനില്ലാന്ന് പറയും. അതെന്താ കാരണം? സന്തോഷ് പണ്ഡിറ്റിന് എന്താ ഒരു കുറവ്? സന്തോഷ് പണ്ഡിറ്റിന് കുറവുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. സന്തോഷ് പണ്ഡിറ്റിന് എല്ലാം കുറച്ച് കൂടുതലല്ലേ. ഓക്കെ, ഞാൻ ചില കാര്യങ്ങൾ പറയാം, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. റെഡിയല്ലേ? പൊതുവെ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള നടന്മാരുടെ കൂടെ പിഞ്ച് പ്രായമുള്ള അഭിനേത്രികൾ വരുമ്പോൾ എന്ത് തോന്നുന്നു? അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. ആൻഡ് റോളും ക്യാരക്ടറൊന്നും പറയണ്ട, ക്യാരക്ടർ കാരണമൊന്നും അല്ല. ക്യാരക്ടർ കാരണമല്ലേ അവരങ്ങനെയുള്ളത്? അങ്ങനെയല്ല രഞ്ജിനി, അവസാനം ആർട്ടിസ്റ്റ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ അമ്പിളി അങ്കിളിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര അഭിമാനമാണ് ജീവിതത്തില്. അപ്പം അവര് എന്ന് പറയുന്നത് ഇത്രയും 30 വർഷത്തോളം ലാലേട്ടൻ മമ്മൂക്കായൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാല് ഭയങ്കര ഇതാണ്. അപ്പൊ അത്രയും വലിയ പ്രതിഭകളുടെ കൂടെ ഇങ്ങനെ ചെറിയ പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ അവർക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ എന്ന് ഞാൻ അങ്ങനെ നോക്കണം. നെവർ എൻഡിങ് മെഗാ സീരിയൽസിനെ കുറിച്ചുള്ള അഭിപ്രായം? ടൂ മച്ച് സഹിക്കാൻ പറ്റില്ല. ഇതിന്റെ ഉത്തരം എനിക്ക് ഓൾറെഡി കിട്ടി. ഈ കാര്യങ്ങൾ സ്ക്രീനിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി ചെയ്യുമോ? ഏത് കാര്യങ്ങൾ? ഉമ്മ കൊടുക്കുന്നതോ? ഐ മീൻ ഫ്രഞ്ച് കിസ്? അയ്യോ, അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. മൊട്ടയടിക്കോ? അല്ല, മൊട്ടയടിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മൊട്ട. ആക്ഷൻ സീൻ സ്വന്തമായി ചെയ്യുമോ? ചെയ്യും. പിന്നെ വസ്ത്രമില്ലാതെ അഭിനയിക്കോ? ന്യൂഡായിട്ട് അഭിനയിക്കോ? ഇല്ലാന്ന് അതൊന്നും പറ്റത്തില്ല. മലയാള സിനിമയില് ഓവർ റേറ്റഡ് ആയ ഒരു നടി അല്ലെങ്കിൽ നടൻ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഹിറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിലൂടെ അയാൾ വലിയ പോപ്പുലറായി, പക്ഷെ അത് അർഹമല്ല എന്ന് തോന്നിയ വല്ല ആൾക്കാരും കഥാപാത്രങ്ങളും ഒരുപാട് പേരുണ്ട് രഞ്ജിനി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സിനിമയുടെ പലവിധ മുഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾക്ക് ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും ഭയങ്കര കാര്യമായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പേയ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ വളരെ തുച്ഛമായ പേയ്മെന്റ്, ഞങ്ങളൊക്കെ വളരെ ചെറിയ പേയ്മെന്റ് മേടിച്ച് അഭിനയിക്കുന്ന സിനിമാ തൊഴിലാളികളാണ് ഞാനും പൊന്നുമൊക്കെ. അപ്പം ഇതുപോലും ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടത്തില്ല. അപ്പം ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ നായികയുടെ 7ാമത്തെ അസിസ്റ്റന്റിന് കൊടുക്കുന്ന പേയ്മെന്റ് പോലും ഞങ്ങൾ മേടിക്കുന്നില്ലല്ലോ ചേട്ടാ, പിന്നെ എന്താ ഞങ്ങൾക്ക് അത് തരാത്ത? അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ച് അലറി കരഞ്ഞ് വിളിച്ചൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പോലും നമ്മൾക്ക് പലപ്പോഴും അവഗണിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഇങ്ങനെ കുറച്ച് നായിക എന്നൊരു ഇമേജിൽ വന്നാലാണോ, അത്രയും താരമൂല്യത്തിൽ നടന്നാലാണോ നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കാം? നമ്മളൊന്നും ഒരു അസിസ്റ്റന്റിനെ പോലും വെക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഒന്നിനു വേണ്ടിയിട്ടും വാശി പിടിക്കുന്ന ആൾക്കാരല്ല. നമുക്ക് ആകെ വാശി പിടിക്കുന്ന നമുക്ക് ഈ തുച്ഛമായ എമൗണ്ട് കിട്ടണം എന്ന് മാത്രം വാശി പിടിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാർ ഇങ്ങനെ 7 അസിസ്റ്റന്റ് 10 അസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടെടുക്കുമ്പോൾ മലയാള സിനിമയുടെ എന്തിനാ ഇത്ര ദൂരത്ത്? എന്തിനാണ്? നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവര് മനസ്സിലാക്കണം, അവരെയൊക്കെ കാസ്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് മനസ്സിലാക്കണം. അണ്ടർ റേറ്റഡ് ആയ എന്ന് പറഞ്ഞാൽ അർഹമായ ഒരു റെക്കഗ്നിഷൻ കിട്ടാത്ത നടന്മാർ തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം അമ്മയുടെ മീറ്റിങ്ങിന് വന്ന് കഴിയുമ്പോഴത്തേക്കിനും പലരും അമ്മയുടെ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇത്രയും വാശി എൻ്റെ പേയ്മെന്റിന്റെ കാര്യത്തിൽ പിടിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം അവരൊക്കെ തന്നെയാണ്. അവർ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പം മിക്കവരും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻ ഇല്ല, കറക്റ്റ് ആയിട്ട് ഭക്ഷണമില്ല, കറക്റ്റ് ആയിട്ടുള്ള വസ്ത്രമില്ല, കറക്റ്റ് ആയിട്ട് ഒരു കാര്യം കിട്ടുന്നില്ല. കെയറിങ് പോലും അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പം ഇവരെൻ്റെ വലിയ പാഠപുസ്തകം തന്നെയാണ്. അവർ സിനിമയെ ഉദ്ധരിക്കുകയായിരുന്നു ചെയ്തത്, അവരുടെ ജീവിതത്തിനെ ഉദ്ധരിക്കുന്നില്ല. നമ്മൾ സിനിമയെ ഉദ്ധരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതവും നല്ല രീതിയിലാവണം എന്ന് നിർബന്ധ ബുദ്ധി ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മമ്മൂട്ടി ഓർ മോഹൻലാൽ? ഇഷ്ടമോ? കൂടുതൽ ഇഷ്ടം നടനായിട്ട് ലാലേട്ടനെയും ഇഷ്ടമാണ്, മമ്മൂക്കനെ ഇഷ്ടമാണ്.
പക്ഷേ എനിക്ക് മമ്മൂക്കേനെയും അത്ര പേഴ്സണലായിട്ട് അറിയില്ല, ലാലേട്ടനെ പേഴ്സണലായിട്ട് അറിയില്ല. ഇനി ഞാൻ 2-3 ആക്ട്രസസിന്റെ പേര് പറയാം. പൊതുവെ ക്യാരക്ടർ ആക്ട്രസസ് ആണ്. അവർക്ക് എന്താണ് ഇതല്ലെങ്കിൽ വേറൊരു പ്രൊഫഷൻ അല്ല, ലക്ഷ്മിക്ക് ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് അവർക്ക് എന്താണ് ഉള്ളത്? അല്ലെങ്കിൽ ലക്ഷ്മിക്ക് അവരിൽ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണ്? പൊന്നമ്മ ബാബു. പൊന്നമ്മ ബാബുവോ? പൊന്നു ഭയങ്കര ദേഷ്യക്കാരിയാണെന്നൊക്കെ പറഞ്ഞുല്ലോ. പക്ഷേ ഞാനൊക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ പുറത്ത് വെച്ചിട്ടാണെങ്കിൽ, ഇപ്പൊ സെറ്റിൽ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ തല്ലുകൂടുക കോസ്റ്റ്യൂം ചേട്ടന്മാരുടെ അടുത്താണ്. കാര്യം എന്താണെന്നറിയോ, അവര് കോസ്റ്റ്യൂം കറക്റ്റ് ആയിട്ട് തന്നാൽ മാത്രമേ നമുക്ക് ആ ക്യാരക്ടർ ആവാൻ പറ്റുള്ളൂ. അങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടൊക്കെ ഞാൻ പലവട്ടം ഞാൻ അവരുടെ അടുത്ത് വഴക്കിട്ടിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് കൂട്ടുവാകും. പക്ഷെ പൊന്നു ഭയങ്കര ദേഷ്യക്കാരിയാണെന്ന് പലവട്ടം ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് പറഞ്ഞുല്ലോ. പക്ഷെ പൊന്നു പുറത്ത് വെച്ചിട്ട് അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഞാനും രഞ്ജന എന്നൊക്കെ പറഞ്ഞു എവിടെയാണെങ്കിലും റോഡെങ്കിൽ റോഡ്, ബസ്സെങ്കിൽ ബസ്. അത് ഭയങ്കര വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്താ. ലെന ചേച്ചി വളരെ നല്ല ചേച്ചിയാണ്. ഞാൻ സീരിയൽ അഭിനയിക്കുമ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. നല്ലൊരു ചേച്ചിയാണ്, എനിക്ക് അങ്ങനെ അറിയുള്ളൂ. ഞാൻ ഇനി 3 സിനിമയുടെ പേര് പറയാം. അതിൽ ഏത് സിനിമയിലായിരിക്കാം അഭിനയിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത്? ഒന്ന് ചെമ്മീൻ, അവളുടെ രാവുകൾ, മണിച്ചിത്രത്താഴ്. ഈ 3 സിനിമയിലും പറ്റില്ല, ഒരെണ്ണം. ചെമ്മീൻ. ഓക്കെ, അപ്പൊ ചെമ്മീനിലെ കർത്തമ്മയാണ് ലക്ഷ്മി. കൂടെ വരുന്ന സത്യൻ സാറിന്റെ കഥാപാത്രമായി ആരെ രണ്ടുപേരും? പൃഥ്വിരാജിനെ കാസ്റ്റ് ചെയ്യാൻ സത്യൻ സാറിന്റെ കഥാപാത്രത്തിൽ പൃഥ്വിരാജോ അതോ മധു സാറിന്റെ? എന്തായാലും കുഴപ്പമില്ല. എന്ത് മുതലാളി? ജയറാമേട്ടനും പൃഥ്വിരാജും. അത് എന്റെ ക്യാരക്ടറാണ് അവർ സെലക്ട് ചെയ്തത്. എനിക്ക് ജയറാമേട്ടനെ മധു സാറിന്റെ കാണാൻ പറ്റും. ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ കണ്ടിരിക്കുന്ന ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സിനിമ? ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സിനിമയെന്ന് ഞാൻ പറയത്തില്ല, ഒരു പാട്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ അത് പിന്നെ മഴ തുള്ളണ്, മഴ കൊട്ടണ്, രഞ്ജിനി എനിക്ക് അറിയുന്ന ആളാണ്. പക്ഷേ എൻ്റെ പൊന്നെ, ആ പാട്ട് കേൾക്കുമ്പോ തന്നെ ആ സിനിമ വളരെ മോശമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സിനിമ ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. അത് ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അത് കാണാൻ തോന്നുന്നില്ല. ഞാൻ ഇനി കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. ഏത് മൃഗമാണ് ഓർമ്മ വരുന്നത്? നല്ലതാ. പൃഥ്വിരാജ്. ഒരു കലമാൻ, വളരെ കൂടുതൽ കൊമ്പൊക്കെ ഉള്ള കലമാൻ. രേവതി ചേച്ചിന് ഒരു സ്വാനിനെ പോലെയാണ്. ഞാൻ രേവതി ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട്, അരയന്നത്തിനെ പോലെ. ലളിത ചേച്ചി. ലളിതാമ്മയ്ക്ക് നല്ല ഒന്നാന്തരം ഒരു മൂത്ത ഭാഷ. മമ്മുക്ക. ഒരു കടുവയുടെ ചായ ഉണ്ടോ? കടുവ, സിംഹം കടുവ, അവരേരിയ കൊണ്ട് കൊടുക്കാം. പൊന്നമ്മ ബാബു. ലാലേട്ടൻ എന്താ ചായ? ലാലേട്ടൻ കേക്കട്ടെ. ലാലേട്ടൻ ഒരു ആനയുടെ ചായ തോന്നുന്നു. സമ്മതിച്ചു. പൊന്നു കുറച്ചും കൂടി പ്രായം കുറഞ്ഞു. ഒരു 2 പ്രസവമൊക്കെ. 2 ലക്ഷ്മിനെ കുറിച്ച് ഭർത്താവിന് ഇഷ്ടപ്പെട്ടൊരു കാര്യം? ജയേഷനോട് തന്നെ ചോദിക്കേണ്ട ഒരു അങ്ങനെ കാര്യം ഉണ്ടോ? ഇഷ്ടപ്പെടാത്ത കാര്യം? ഇഷ്ടപ്പെടുന്ന കാര്യം പറയട്ടെ. ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഭയങ്കര കൺസേൺഡ് ആണ് എല്ലാ കാര്യത്തിലും. ഇപ്പം ഒരേ സമയത്ത് ഗസ്റ്റ് വന്നു, അല്ലെങ്കിൽ വേറെ കുറേ ജോലി ചെയ്യാനുണ്ട്, ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യണം, എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇഷ്ടമാണ്, എന്ത് ജോലി എത്ര ക്ലീൻ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇഷ്ടപ്പെടാത്ത? പെട്ടെന്ന് ദേഷ്യം വരുന്നത്. ഞാൻ എൻ്റെ ദേഷ്യം ഏറ്റവും കൂടുതൽ കാണിക്കുക പാവം എൻ്റെ ഭർത്താവിൻ്റെ അടുത്താണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാൻ ദേഷ്യപ്പെടും. ലാസ്റ്റ് ചോദ്യം, ആരാണ് മനസ്സിലേക്ക് വരുന്നത് ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ? സെക്സി. മലയാള സിനിമ പിടിച്ചു തന്നു. മലയാള സിനിമയാണോ? മലയാള സിനിമയില് മമത മോഹൻദാസ്. സ്മാർട്ട് ആയിട്ടുള്ളത്. സ്മാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇഷ്ടമാണ് അവര് നിൽക്കുന്ന ഭയങ്കര ഈ ഒരു ഡിപ്ലോമാറ്റിക്. ഭയങ്കര ഡിപ്ലോമാറ്റിക്. അവിടെ 2 ബോട്ടിലും കാല് വെക്കുന്ന ആള്. 2 ബോട്ടിലും കാല് വെക്കുന്നു എന്നല്ല,
ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നു, ആരെയും എനിമീസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല ഒരു സിറ്റുവേഷൻ. വിനയ പ്രസാദ് വളരെ കാര്യമായിട്ട് എല്ലാ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. നമുക്ക് തോന്നും ചേച്ചി ഭയങ്കര പാവാണല്ലോ, വളരെ പാവം തന്നെയാണ്, പക്ഷെ ഭയങ്കര കേപ്പബിലിറ്റി ഉണ്ട്. അതെനിക്ക് ഇഷ്ടമാണ്. ഫിറ്റ്നസ്, ഫിറ്റ്, ഹെൽത്തി, ഫിറ്റ്. ഭാവന എന്റെ അമ്മോ എക്സസൈസോട് കാഴ്ചയിലല്ല മനസ്സിലാണെന്നാണ്. ആൻഡ് ഭയങ്കര ഫൺ, ഭയങ്കര ഫണ്ണി ആയിട്ട് എപ്പോഴും ചിരിച്ചും ഹാപ്പി, നോ പ്രോബ്ലം. എവിടെ പോയാലും ഒരു ദുഃഖവും ഇല്ല, ഒരു അസുഖവും ഇല്ല, എപ്പോഴും പൊന്നു. പൊന്നു അങ്ങനെയാണ്. അപ്പൊ അതോടുകൂടി എന്റെ ഡിപ്ലോമസി റൗണ്ടും അവസാനിച്ചിരിക്കുകയായിരുന്നു. കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല അല്ലേ? ഞാൻ കുഴപ്പിക്കൊന്നും ചോദിച്ചില്ലല്ലോ. സീറോ ഡിപ്ലോമസിയിൽ ഇവർ രണ്ടുപേരും നന്നായി തന്നെ പറഞ്ഞു. പിന്നെ എന്റെ മനസ്സിൽ ലക്ഷ്മിക്ക് ഓൾറെഡി ഒരു പ്രൈസ് കിട്ടിയത് കൊണ്ട് അങ്ങോട്ട് കൊടുക്കണ്ട എന്നൊരു താല്പര്യമുണ്ട്. അതിന്റെ കൂടെ തന്നെ സന്തോഷ് പണ്ഡിത്തിന്റെ ഉത്തരത്തിൽ നിന്ന് എനിക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. ഉഗ്രൻ ഉത്തരമായി അല്ലെ? അതൊരു സ്കോറാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് പൊന്നമ്മ ചേച്ചി ഞങ്ങൾക്കൊരു പാട്ട് പാടി തരണം. ആ പാട്ടോട് കൂടി ഞാൻ ഇത് അങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കും. ബിക്കോസ് ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഐ മീൻ ഐ തിങ്ക് ടു എ ലാർജ് എക്സ്റ്റെന്റ്. മാത്രമല്ല രണ്ടുപേരും ഇയാൾ 2 പ്രൈസ് കൊണ്ട് പോകുന്നത് എനിക്ക് ഇത്തിരി അസൂയ. കസ്തൂരി തൈലമിട്ടു മുടി മിനുക്കി, മുത്തോടു മുത്തു വെച്ച വള കിലുക്കി, കയ്യിൽ മുത്തോടു മുത്തു വെച്ച വള കിലുക്കി, മന്ദാര കുളങ്ങരെ കുളിച്ചൊരുങ്ങി, മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ്, മാറിൽ മഞ്ചാടി മാറുകൊള്ള മിടുക്കി പെണ്ണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ലക്ഷ്മിയുടെ പെർമിഷനോട് കൂടി തീർച്ചയായും ഞാൻ ലക്ഷ്മിയുടെ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നു ഈ സമ്മാനം പൊന്നമ്മ ചേച്ചിക്ക് നൽകാൻ. ബോബി ആൻഡ് മാരഡോണ ഗോൾഡ് ഡയമണ്ട് ജ്വല്ലറി സിനിമ കമ്പനിയിലെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ സമയമായി. പക്ഷെ ഞങ്ങളുടെ കൂടെ വളരെ ആക്റ്റീവായി ഉണ്ടായിരുന്ന 2 ബ്യൂട്ടിഫുൾ ഗെസ്റ്റ്സ് ആണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത്. ഇറ്റ് വാസ് ലോട്ട്സ് ഓഫ് ഫൺ. കുറെ സംസാരിച്ചു. വായാടിയായ നമ്മളുടെ ലക്ഷ്മി പ്രിയയും നമ്മളുടെ ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് പൊന്നമ്മ ചേച്ചിയും. യു മേഡ് ദിസ് എപ്പിസോഡ് റിയലി വണ്ടർഫുൾ. എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് നീട്ടമുണ്ടായിരുന്നു, എന്നാലും എനിക്ക് ഒരേപോലത്തെ 3 ആൾക്കാരെ അവിടുന്ന് നോക്കുമ്പോ ഒരേ പോലത്തെ തോന്നൂല. സ്വഭാവത്തിൽ പൊന്നമ്മ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് ഇറ്റ്? ഞാൻ സമയം അറിഞ്ഞേ ഇല്ല. കുറെ നേരം ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങള് നമ്മളുടെ ഈ ഓർമ്മ എന്നും നിലനിൽക്കാൻ വേണ്ടി എല്ലാവരും എന്റെ അടുത്തേക്കൊന്ന് വന്ന് ഫിറ്റ് ആവോ 3 കൂടെ?